ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിലൊരു ചരിത്രം നമുക്ക് സത്യ ന്യൂസിലൂടെ കാണാം. ഞാൻ ഇന്നുള്ളത് മഞ്ചേരി ബോയ്സ് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ഇവിടെ ഒരു ശവകുടീരം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇവിടെ ഒരു ബ്രിട്ടീഷ് പൗരൻ്റെ ശവകുടീരമുണ്ട്. എൻസൈൻ വൈസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. നമ്മുടെ കൂടെ ഇന്ന് സാമൂഹ്യ പ്രവർത്തകരായ സലീം പടവണ്ണയും അഡ്വക്കേറ്റ് നജ്മൽ ബാബുവും ചേരുന്നു. ഒരു ആദ്യകാല ചരിത്രമാണ് ഇവിടെ കിടക്കുന്നത്. നമ്മുടെ പോരാട്ടങ്ങളിൽ, നമ്മളെ മലബാറിലെ തന്നെ ആദ്യകാല പോരാട്ടങ്ങളിൽ ഒന്നായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത്. 1849 ഈ പോരാട്ടങ്ങൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, ആളുകൾ പഠിക്കേണ്ടത് തന്നെയാണ്. 1849 ആഗസ്റ്റ് 25 മുതൽ 29 വരെ നടന്ന ഒരു സമര പോരാട്ടത്തിൻ്റെ സ്മാരകമാണ് ഇതുള്ളത്, നിലവിലുള്ള ഈ സ്മാരകം. ആ സ്മാരകത്തിൽ 1849 ഓഗസ്റ്റ് 25 മുതൽ 28 സംശയമുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് റെജിമെൻറ്റിൽ വരികയാണ്. ആ റെജിമെൻറ്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എൻസൺ വൈസ്. അദ്ദേഹത്തിൻ്റെ കൂടെ 4 പട്ടാളക്കാരെയും ഈ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പോരാളികൾ, അന്നത്തെ സമര പോരാളികൾ എന്ന് പറയാം. ഇത് സാധാരണ ചരിത്രം പറയുമ്പം ആളുകൾ തുടങ്ങുക 921 ശേഷമാണ്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതിൻ്റെ മുമ്പും സമരചരിത്രം മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പേരിട്ടാണ്. അത് അവിടുത്തെ ജനങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ രാജാക്കന്മാരും ബ്രിട്ടീഷ് വിരുദ്ധരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ കൊളോണിയൻ വിരുദ്ധ ചരിത്രം തുടക്കകാലത്തേ ഉണ്ട്. ആദ്യകാലത്ത് 1528 മുതൽ 1920 വരെ കാലഘട്ടത്തിൽ സമര പോരാട്ടം എടുത്തു കഴിഞ്ഞാൽ കൊളോണിയൻ വിരുദ്ധ പോരാട്ടത്തിൽ ജനങ്ങളോടൊപ്പം അന്നത്തെ രാജഭരണാകുരം മറ്റുള്ള സ്ഥലങ്ങളിൽ തിരുവിതാംകൂറും കൊച്ചിയൊക്കെ ബ്രിട്ടീഷുകാരായിട്ടും അതുപോലെ തന്നെ അവരായിട്ട് സഖ്യമുണ്ട്. അപ്പം മലബാറിലെ രാജാക്കന്മാരും ഇവിടുത്തെ അണികളും ഇവിടുത്തെ പ്രവർത്തകരും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും, ഇത് സാധാരണക്കാരായ ജനങ്ങൾ കൃഷിഭൂമിക്കും അതുപോലെ തന്നെ മറ്റ് നികുതി ഏർപ്പെടുത്തിയതിന് ഉള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. 66 ആളുകളാണ് ഈ സമര പോരാട്ടത്തിൽ മരണപ്പെട്ടത്. അതിൽ അധികവും 15 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള അന്നത്തെ യുവാക്കൾ, ഇന്ന് നമ്മൾ കുട്ടികളായിട്ട് കാണുന്ന അന്നത്തെ യുവാക്കളാണ് അതിൽ പങ്കെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമര പോരാട്ടം പഠിക്കേണ്ടതുണ്ട്. ഈ എൻസൺ വൈസിനേക്കാൾ ഓർക്കുന്നതിനേക്കാൾ നല്ലത്, എൻസൺ വൈസ് ഓർക്കുന്നതിനേക്കാൾ ഗുണമുള്ളത് 66 ആളുകൾ വരുന്ന ഈ സമരത്തിന് നേതൃത്വം നൽകിയ ജനങ്ങളായ സ്വതന്ത്ര സമര പോരാളികളെയാണ്. അതാണ് ഈ സ്മാരകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അതിനൊരു കാരണം ഇതൊരു സ്കൂൾ അങ്കണത്തിലായി എന്നുള്ളതാണ്. കാരണം നമ്മുടെ വിശ്വാസങ്ങൾ, ഈ ശവകുടീരങ്ങൾ എന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളൊരു ബാധൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് തകർക്കാതെ പോയി. അങ്ങനെയാണ് ഇത് ഈ ഒരു ചരിത്രം ഇവിടെ അവശേഷിച്ചത്. ഒരുപാട് ഹിസ്റ്ററികളുള്ള സ്ഥലമാണ് മഞ്ചേരി. പക്ഷേ അതൊക്കെ പല സ്ത്രീകളും നശിച്ചു പോയി നമുക്ക്. പക്ഷേ ഇപ്പോൾ എടുത്തു കാണിക്കാവുന്ന ഒരു വലിയൊരു ചരിത്ര സംഭവമാണ് ഈ 176 വർഷം പഴക്കമുള്ള ഈ എൻസൈൻ വൈസിൻ്റെ ശവകുടീരം. നമ്മളിത് കാണുമ്പോൾ സമയത്ത് ഒരു ശവകുടീരം കാണുമ്പോൾ അന്നൊരു ഭയമായിരുന്നു. കാരണം അതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ, ശവകുടീരത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കലിട്ട് നമ്മളൊന്നും ആരും വല്ലാതെ ഒരു അക്രമ സ്വഭാവം അല്ലെങ്കിൽ അതിമ കയറി ഇരിക്കുക അയാതി സംഗതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോ ഇത് നഷ്ടപ്പെട്ടിരുന്നു നമുക്ക്. പക്ഷേ ഇതെന്തുകൊണ്ടോ ഇത് സംരക്ഷിച്ചു പോയി. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്കിതിനെ കുറിച്ചിട്ട് പറയാൻ മാഷന്മാരൊന്നും തയ്യാറായിട്ടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയില്ലായ്മയായിരിക്കാം. ഇതൊരു ബ്രിട്ടീഷുകാരൻ്റെ ശവകുടീരം എന്നതിനപ്പുറം ഇവിടെയുള്ള പല ആളുകൾക്കും ഇതിൻ്റെ ബാക്കിലുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്. നമ്മളിത് സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ എന്തിനൊരു ബ്രിട്ടീഷുകാരൻ്റെത് സംരക്ഷിക്കാൻ നമ്മൾ മെനക്കെടുന്നു എന്നൊരു ചോദ്യം ആളുകൾക്ക് മുന്നിലുണ്ടാവും. കാരണം ബ്രിട്ടീഷുകാരനെ നമ്മൾ അത്രയും ഒരു അറപ്പോടും വെറുപ്പോടെയും കാണുന്ന ഒരു ഇതാണല്ലോ. പക്ഷെ ആ ഒരു സമയത്ത് എന്തുകൊണ്ട് നമ്മൾ ഇതിന് സംരക്ഷണം പറയുന്നതിൻ്റെ ബാക്കിലൊരു സത്യമുണ്ട്. ഇതിൻ്റെ ബാക്കിലൂടെ വരുമ്പോഴേ നമ്മുടെ സമര പോരാട്ടങ്ങളുടെ ചരിത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ തോക്കും പീരങ്കിയും പിടിച്ച് നിൽക്കുന്ന ആളുകളെ മുന്നിൽ ആളുകൾ എങ്ങനെ വന്നു, ഇത് എത്ര പ്രായക്കാരിതിന് ഈ ഒരു യുദ്ധത്തിന്, ഈ മഞ്ചേരി യുദ്ധത്തിലേക്ക് എത്ര പ്രായക്കാർ, ഈ അത്തൻകുരുക്കൾ എന്നൊക്കെ പറയുമ്പോൾ അയാളെ പ്രായത്രേ, ഇന്നത്തെ യുവാക്കൾ അവരെ പ്രായത്രേ, അവരെ ധൈര്യം എത്രേ. അപ്പോൾ ആ ഒരു സമര പോരാട്ടം 16 വയസ്സുകാരൻ പോലും ഒരു ബ്രിട്ടീഷ് സേനക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയെന്ന് പറയുമ്പോൾ
നമ്മൾ ഈ ബ്രിട്ടീഷുകാരനെ വെച്ചിട്ട് വേണം നമുക്കുള്ളത് പറയാൻ. കാരണം അപ്പോഴേ നമ്മുടെ വീര്യത്തിൻ്റെ ചരിത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് സംരക്ഷിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ബ്രിട്ടീഷുകാരനോട് താല്പര്യം ഉണ്ടായിട്ടല്ല. നമ്മളെ ചരിത്രം പറയണമെന്നുണ്ടെങ്കിൽ ചിലത് സംരക്ഷിക്കേണ്ടത് വരും. അതാണ് ഇതിൻ്റെ ബാക്കിലൊരു സത്യം. എൻസൺ വൈസിൻ്റെ ശവകുടീരത്തിന് സാധാരണഗതിയിൽ നിന്നൊരു പ്രത്യേകത ഉണ്ട്. മരണപ്പെട്ട ഒരു 15-കാരൻ്റെ വെട്ടേറ്റ് മരിച്ച എൻസൺ വൈസ് അദ്ദേഹത്തെ കുതിരയെയും അദ്ദേഹത്തിൻ്റെ ആയുധത്തെയും അദ്ദേഹത്തെയും ഒന്നിച്ചാണ് ഈ സ്മാരകത്തെ ഈ നിലവിലുള്ള സ്ഥലത്ത് അടക്കം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മണ്ണുകളൊക്കെ ഇതൊരു കുന്നിൻ പ്രദേശമായിരുന്നു. മഞ്ചേരിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ കുറേ താന്നു പോവുകയാണെങ്കിൽ പോലും ഈ കുന്നിൻ പ്രദേശത്ത് അടക്കിയിട്ടുള്ളത്. അല്ല, ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ സംരക്ഷണം എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പാർട്ടിലേക്ക് പോകുന്നതും അതിൻ്റെ പ്രകാരം പുരാവസ്തു വകുപ്പിൽ നിന്ന് ആളുകൾ വന്നത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള അവർക്ക് ലെറ്ററുകളും കൊടുത്തിട്ടുണ്ട്. സംരക്ഷിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. യുവതലമുറയിൽ ഈ ചരിത്രത്തോടുള്ള അവബോധം ഇനിയെങ്കിലും അവശേഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ പ്രവർത്തനം അത്യാവശ്യം തന്നെയാണ്. പുരാവസ്തു വിഭാഗം ഇത് സംരക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റഷ്യ വടക്കൻ, സത്യ ന്യൂസ്.